ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ബ്രെഡ് പൊരിച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചായയൊക്കെ തിളക്കുമ്പോഴത്തേനും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോഴൊക്കെ ബ്രെഡൊക്കെ ഒരുപാട് രീതിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ബ്രെഡ് വെച്ചിട്ട് ഒരുപാട് സ്നാക്സൊക്കെ തയ്യാറാക്കലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ട് ചെയ്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു കാപ്പി കളർ ഉണ്ടോ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അതോടുകൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല. നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇത് മുഴുവനായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് ബാറ്ററിനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മൈദ ഉപയോഗിച്ചാൽ. അപ്പോൾ മൈദയുടെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചായിരിക്കും മൈദയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ മൈദ 2-3 ദിവസമായിട്ടോ കൊടുന്ന് വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മൾ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പിൻ്റെ അടുത്ത് തന്നെ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സിന് കൂടുതൽ മധുരം വേണ്ട, ഒരു ലൈറ്റ് മധുരമാണ്. അപ്പോഴേ നമ്മൾ എന്താ പറയുക, ചായയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ബ്രെഡ് കുറച്ച് മധുരമുള്ള ബ്രെഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലൈറ്റ് മധുരം മതി. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല, പുട്ടുപൊടി അല്ലാത്ത ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളർ വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ചുവയൊന്നും വരില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. വെള്ളം ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുമ്പോൾ അതിലൊന്ന് കോട്ടായി കിട്ടണം, ആ രീതിയിൽ ആക്കിയെടുക്കണം. ഇതിൽ എന്തായാലും അരിപ്പൊടി ചേർക്കാൻ മറക്കരുത്. അരിപ്പൊടി ചേർത്താൽ പുറം വശം ചെറുതായിട്ടൊരു ക്രിസ്പി കിട്ടും, ഉൾവശം നല്ലൊരു സോഫ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് ഓയിൽ കുടിക്കില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാര ചേർത്തല്ലേ, അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. നമ്മൾ എല്ലാ ബാറ്ററിലും നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ടല്ലേ. ഈ ഒരു ബാറ്ററിൽ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതില്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ബ്രെഡ് പൊരിച്ചതൊക്കെ കിട്ടുമ്പോൾ അതിലേക്ക് കറുത്ത എള്ള് ഇങ്ങനെ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാതും നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ പാത്രം വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിപ്പോൾ ചൂടാക്കി എടുക്കുന്നുണ്ട്, പെട്ടെന്ന് ചൂടാക്കി കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ മുഴുവനായിട്ടും കോട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ സൈഡ് വശം എല്ലാ ഭാഗവും ഒന്ന് എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഒരു ഭാഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു കളർ മാറ്റം വരും, അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളാണിത്. അപ്പോൾ അതാ നമ്മൾ മുഴുവനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പുറം വശം നല്ല ക്രിസ്പിയാണ്, നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട്. അതുപോലെ തന്നെ ഉൾവശം നല്ലൊരു സോഫ്റ്റും കൂടിയാണ്. ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.